ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മഴതൂര് മുമ്പ് സീരിയലിൽ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ നമ്മുടെ ബാലചന്ദ്രനാണെങ്കിൽ അലീനെ നമ്മുടെ സ്റ്റാൻലി ജോസഫിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചിട്ട് അങ്ങോട്ട് പുറപ്പെടാൻ വേണ്ടി തുടങ്ങുക കേട്ടോ. അലീന ബാലചന്ദ്രനോട് പറയുന്നുണ്ട്, അച്ഛാ എനിക്കിവിടെ സെറ്റാവുമെന്ന് തോന്നുന്നില്ല അച്ഛാ, എനിക്കിവിടെ എന്തോ പേടിയാവുന്ന പോലെ തോന്നുവാ. മോളെ, നീ എന്തിനാ പേടിക്കണത്? മോളുടെ പപ്പയാ അവിടെ ഉള്ളത്. പപ്പ എനിക്കെന്തോ വല്ലാത്ത പേടി പോലെ തോന്നുന്നു. എനിക്കെന്തോ ഇവിടെ നിൽക്കുമ്പോൾ എന്തോ ഒരു മനസ്സിന് ഒരു സമാധാനവും ഇല്ല അച്ഛ. എനിക്കെന്തോ പോലെ തോന്നുവാണ്. നീ എന്തിനാ മോളെ ഇങ്ങനെ പേടിക്കണത്? നീ ഇങ്ങനെ പേടിക്കണ സ്വഭാവം ഒന്നും എനിക്കില്ലല്ലോ. പിന്നെ എന്തു പറ്റി? എന്നെ അച്ഛൻ ഏതോ ഒരു കാട്ടിൽ കൊണ്ട് ഇട്ട പോലെ എനിക്ക് തോന്നുന്നത്. വന്യമൃഗങ്ങളൊക്കെ കടിച്ചു കീറാൻ വന്ന ഏതോ ഒരു കാട്ടില്. എല്ലാം മോളുടെ തോന്നലാണ്. നോക്ക്, ഇത്രയും നാള് വീട്ടിലെ രോഹിത്ത്, അതുപോലെ തന്നെ നമ്മുടെ കൃഷ്ണമോള്, ഭവിത മോള് എല്ലാവരും കൂടെ തന്നെ ഉണ്ടായല്ലോ. മനു, വിളിപ്പുറത്തുണ്ടാവണ മനു, എല്ലാവരും കൂടെ ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് എല്ലാവരും അപ്രത്യക്ഷമായി പോയതിന്റെ ഒരു വിഷമോ നിനക്ക്. നോക്ക്, അതൊന്നും ഓക്കെ ആവാൻ തന്നെ നിനക്ക് കുറച്ച് സമയം എടുക്കും. പക്ഷെ നീ ഒന്ന് ആലോചിക്കണം, ഇവിടെയുള്ളത് നിന്റെ പപ്പയാണ്. അപ്പൊ അദ്ദേഹത്തിനെ വേദനിപ്പിക്കാത്ത തരത്തിൽ വേണം നീ പെരുമാറാനായിട്ട്. നിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. പക്ഷെങ്കിലും നിന്റെ വിഷമങ്ങൾ കൂടുതലും പുറത്ത് കാണിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കണം. അത് അദ്ദേഹത്തിന് വിഷമമാകും. നോക്ക്, അദ്ദേഹം ഒരുപാട് വേദനകൾ സഹിച്ചിട്ടുണ്ട്. അതൊക്കെ പതുക്കെ അദ്ദേഹം തന്നെ നിന്നോട് തുറന്നു പറയും. ഒരു കാര്യം ഞാൻ നിന്നോട് ഉറപ്പ് പറയാൻ മോളെ, നിന്റെ അമ്മയുണ്ടല്ലോ വൈജയന്തി, അവളെക്കാളൊക്കെ എത്രയോ ഭേദമാണ് നിന്റെ പപ്പ എന്ന് നിനക്ക് മനസ്സിലാകും. നിന്റെ പപ്പ ഒരിക്കലും നിന്നെ കൈവിടില്ല. നീ ഒന്ന് ആലോചിച്ച് മോളെ, നിനക്ക് സ്വന്തം പപ്പയുണ്ട്, നിന്റെ അമ്മ വൈജയന്തി ഉണ്ട്. പക്ഷെ നിന്റെ അമ്മ നിന്നോട് എങ്ങനെയാ പെരുമാറുന്നത്? പക്ഷെ നിന്റെ പപ്പയോ? അപ്പോൾ അലീന പറയണ്ട്, അത് എൻ്റെ അമ്മക്ക് അറിയില്ലല്ലോ ഞാൻ മകളാണെന്ന്. അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മ ആത്മഹത്യ ചെയ്യുമെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. പപ്പ ഒരാണല്ലേ, അതുകൊണ്ട് എവിടെയാണെങ്കിലും തല ഉയർത്തി ചിലപ്പോൾ പറയുമായിരിക്കും ഇതെൻ്റെ മകളാണെന്ന്. രണ്ടും വ്യത്യാസമുണ്ടല്ലോ. അതൊന്നും നീ പറഞ്ഞ ശരിയാണ്. എന്തൊക്കെ സംഭവിച്ചാലും നീ ഒരു കുറച്ച് ദിവസം ഇവിടെ നിൽക്ക്. നിനക്ക് പറ്റുന്നില്ലെങ്കിൽ നീ എന്നെ വിളിച്ചാൽ മതി, ഞാൻ കൂട്ടിക്കൊണ്ടു പോവാം നിന്നെ. നോക്ക്, നിന്നെ ഇവിടെ നിർത്തണേലും നിന്നെക്കാളും വേദനയുണ്ട് ഈ അച്ഛന്. നിനക്കതറിയാലോ. എനിക്കറിയാം അച്ഛാ, അച്ഛൻ എത്രമാത്രം വേദനിക്കുന്നുണ്ടാവുന്നു, അച്ഛൻ എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്നും മറ്റാരെക്കാളും നന്നായിട്ട് എനിക്കറിയാം. പിന്നെ എന്തിനാ എൻ്റെ പൊന്നുമോൾ ഇങ്ങനെ വിഷമിക്കണത്? എന്തിനാ ഇങ്ങനെ വേദനിക്കുന്നത്? എന്നാ അച്ഛൻ പോയിക്കോട്ടെ. അത് എല്ലായിടത്തും എന്നോട് യാത്ര പറഞ്ഞില്ല. ബബിതയെടുത്ത് അതൊക്കെ ഞാൻ പറഞ്ഞോളാം മോളെ. അവളെ വേദനിച്ചിട്ടായിരിക്കും. ഞാൻ അവളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലായിക്കോളാം. അവിടെ എത്തുമ്പോൾ വിളിക്കാവോ? ഞാൻ വിളിക്കാം, വീഡിയോ കോൾ വിളിക്കാം. എന്താ അത് പോരെ? മതി. എന്നാ മോൾ അകത്തേക്ക് കയറിക്കോ. മോള് യാത്രയാക്കണ്ട എന്നെ, എനിക്കത് വിഷമമാകും. ഞാൻ ഒന്നും കൂടി സ്റ്റാൻലി ജോസഫിനെ കണ്ടിട്ട് യാത്ര പറഞ്ഞിട്ട് പോവാം എന്ന് പറഞ്ഞിട്ട് സ്റ്റാൻലിനെ കാണാൻ വേണ്ടി നമ്മുടെ ബാലചന്ദ്രൻ അകത്തേക്ക് കയറുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാനിവിടെ നിന്ന് ഇറങ്ങുവാണ്. ബാലചന്ദ്രനോട് സ്റ്റാൻലി പറയുന്നുണ്ട്, അതെ ബാലചന്ദ്ര, താനിപ്പൻ്റെ നല്ലൊരു സുഹൃത്താണ്, തനിക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ കയറി വരാം. തൻ്റെ മക്കളെയും കൂട്ടിക്കൊണ്ട് എപ്പോൾ വേണമെങ്കിലും തനിക്ക് ഇങ്ങോട്ടേക്ക് വരാം. ഒരു പേടിക്കേണ്ട ഒരു കാര്യമില്ല. നോക്ക്, താൻ അവളെ ഇവിടെ എൻ്റെ കൂടെ ആണെന്ന് വെച്ചിട്ട് അന്വേഷിക്കാതെ ഒന്നും ഇരിക്കരുത്. ഞാൻ അന്വേഷിക്കാതിരിക്കുമെന്നോ? നിങ്ങൾ എന്തായി പറയണത്? എൻ്റെ മക്കളുണ്ടല്ലോ 3 പേര്, അവരെ മൂത്ത ചേച്ചിയായത്. എൻ്റെ സ്വന്തം മോളെ പോലെ എനിക്ക്, എൻ്റെ ഊന്നുവടി ഞാൻ ഇവിടെ വെച്ച് ഉപേക്ഷിച്ച് പോണ പോലെയാ എനിക്ക് തോന്നണത്. എൻ്റെ എന്തോ ഒന്ന് നഷ്ടപ്പെട്ടു പോയ പോലെ തോന്നുന്നത്. ഈ പെൺമക്കളെയൊക്കെ കല്യാണം കഴിപ്പിച്ചിടുമ്പോഴേ ഈ അച്ഛനമ്മമാര് വേദനിക്കുന്നത് ഇതുപോലെ ആയിരിക്കും അല്ലെ? ആയിരിക്കും ബാലചന്ദ്രൻ, ഇതുപോലത്തെ ഒരു വേദനയായിരിക്കും അവർക്ക് ഉണ്ടാവുക. എന്തായാലും ഞാൻ ഇനി എപ്പോൾ ഇവിടേക്ക് വരുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എന്നാലും ഞാൻ വിളിക്കാം നിങ്ങളെ. ഞാൻ പറഞ്ഞല്ലോ, അവൾക്ക് സ്നേഹം മാത്രം മതി, വേറൊന്നും അവൾക്ക് വേണമെന്നില്ല. ഒരു പാവം പെണ്ണ, ഒരു പൊട്ടിപ്പെണ്ണ്, സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു പാവം എന്ന് പറയാണ്. എനിക്കത് മനസ്സിലായി. അവളെ വളർത്തിയ പ്രജിതാമ്മയുടെ ഗുണം അല്ലേ? അതെ, അവളെ വളർത്തിയ ആ ഒരു സ്ത്രീയോടാണ് നമ്മൾ ഈ സമയത്ത് നന്ദി പറയേണ്ടത്. ശരി, എന്നാൽ ഞാൻ താമസിക്കുന്നില്ല. ഇപ്പം ഇറങ്ങിയാലേ രാത്രിക്ക് മുമ്പ് വീട്ടിലെത്താൻ പറ്റൂ. ശരി ബാലചന്ദ്രൻ എന്ന് പറയാണ്. അങ്ങനെ ബാലചന്ദ്രൻ വളരെ വിഷമത്തോടു കൂടി തന്നെ കണ്ണ് നിറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നോക്കാതെ വണ്ടിയിലേക്ക് കയറാണ്. കാരണം തിരിഞ്ഞു നോക്കുമ്പോൾ അലീന അവിടെ ഉണ്ടാവുമെന്ന് നന്നായിട്ട് അറിയാം. അവളുടെ മുഖം ഇനി തനിക്ക് കാണാൻ വയ്യ എന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ടാണ് ബാലചന്ദ്രൻ വണ്ടി എടുത്തിട്ട് അങ്ങനെ മുൻപിലേക്ക് പോകുന്നു കേട്ടോ. ബാലചന്ദ്രൻ ദൂരേക്ക് പോകും തോറും അലീന പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അലീന അങ്ങനെ വേദനിച്ച് വിഷമിച്ച് അവിടെ തന്നെ അങ്ങ് നിൽക്കുവാണ്. അപ്പം നമ്മുടെ പാചകം ചെയ്യുന്ന ചേട്ടന്മാരൊക്കെ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. അതെ മോളുടെ റൂം കാണിച്ചു തരാം, വരൂ എന്ന് പറയാണ്. അങ്ങനെ അലീന തന്റെ ബാഗായിട്ട് അവർ കാണിച്ചിരുന്ന റൂമിലേക്ക് പോകുന്നുണ്ട്. ആ റൂം കാണുന്ന അലീന ഞെട്ടിപ്പോകാട്ടോ. അതായത് ഒരു വീട് എത്രയുണ്ടാവും അത്രയും വലിപ്പമുണ്ട് ആ റൂമിന്. അതായത് വലിയ റൂമാണ്. അത് വലിയ കട്ടില്, കുറേ അലമാരകൾ, അങ്ങനെ കുറേ
എന്താ പറഞ്ഞ വലിയൊരു റൂം. അലീന ആ റൂമിൽ സൂക്ഷിച്ചു നോക്കാണ്. എന്നിട്ട് ആ ചേട്ടൻ ഇങ്ങനെ പറയുന്നുണ്ട്, അതെ മോള് മടിക്കാതെ കേറിക്കോ, പിന്നെ മോൾക്ക് ഫ്രഷ് ആവണമെങ്കിൽ ബാത്റൂം ഇവിടെ തന്നെയാണ്, പിന്നെ മോൾക്ക് വേണ്ട എല്ലാ ഡ്രസ്സുകളും ആഭരണങ്ങളും പല പല മോഡലുള്ള ഡ്രസ്സുകൾ, അത് മോൾക്ക് ഏത് ഡ്രസ്സാണ് ഇഷ്ടമെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ട് എല്ലാ മോഡലുള്ള ഡ്രസ്സുകളും ദേ അലമാരിൽ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് സാബ് എന്ന് പറയുമ്പോഴേക്കും അലീന ഇങ്ങനെ നോക്കുവാട്ടോ. ശേഷം അവിടേക്ക് സ്റ്റാൻലി വരുന്നുണ്ട്. അപ്പോഴേക്കും ആ ചേട്ടന്മാരൊക്കെ അവിടെ നിന്ന് പോകുകയാണ്. സ്റ്റാൻലി പറയണ്ട, മോളൊന്ന് ഫ്രഷ് ആയിട്ട് വാ, എന്നിട്ട് നന്നായിട്ടൊന്ന് റെസ്റ്റ് എടുക്ക്, മോളുടെ ക്ഷീണമൊക്കെ ഒന്ന് മാറട്ടെ, മോൾക്ക് മാറാനുള്ള ഡ്രസ്സ് എല്ലാം തന്നെ ഞാൻ അലമാരയിൽ എടുത്തു വെച്ചിട്ടുണ്ട്, മോൾ ആദ്യം കണ്ടപ്പോൾ തന്നെ മോൾക്ക് പാകമുള്ള എല്ലാ ഡ്രസ്സുകളും ഞാൻ അലമാരയിൽ എടുത്തു വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോഴേക്കും സ്റ്റാൻലിനെ ഒന്ന് അലീന നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് ഒരു സമയത്ത് ഇടാൻ നല്ലൊരു ഡ്രസ്സ് പോലും ഉണ്ടായിരുന്നില്ല, ഇട്ട ഡ്രസ്സ് കീറി കീറി പിഞ്ചി പോവാറുണ്ട്, ആ പിഞ്ചിയ ഭാഗം തുന്നി തുന്നി കെട്ടിത്തൂക്കി ഞാൻ ഇടാറുണ്ടായിരുന്നു. ഇപ്പൊ നല്ല ഡ്രസ്സുകളൊക്കെ ഞാൻ ഇടാൻ തുടങ്ങിയത് എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ പോയ പിന്നെയാണ്. അതായത് എൻ്റെ സ്വന്തം അമ്മയുടെ വീട്ടിലുള്ള കാര്യം പറഞ്ഞത്. അച്ഛനാണ് എനിക്ക് നല്ല ഡ്രസ്സുകളൊക്കെ വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഈ ഡ്രസ്സുകൾ മതി, ഈ ഡ്രസ്സുകളൊക്കെ ഇടുമ്പോൾ എനിക്ക് എൻ്റെ അച്ഛനെ ഓർമ്മ വരും. മോളെ, നിനക്ക് ബാലചന്ദ്രനെ അത്ര ഇഷ്ടമാണല്ലേ? അതെ, എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് എനിക്ക് ബാലചന്ദ്രനെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. മോളെ, ഞാൻ നിന്റെ സ്വന്തം അച്ഛനാണ്. അതെ, ഞാൻ പപ്പാന്നേ വിളിക്കുള്ളൂ എന്ന് പറയുമ്പോൾ മോൾക്ക് ഇഷ്ടമുള്ള പോലെ എന്നെ വിളിക്കാം എന്ന് പറയാണ്. പിന്നെ മോൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഡ്രസ്സ് ഇട്ടോ, അത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയാണ്. ശരി, എന്നാൽ മോൾ ഫ്രഷ് ആയിക്കോ എന്ന് പറഞ്ഞ സ്റ്റാൻലി പുറത്തേക്ക് പോകുന്നുണ്ട്. സ്റ്റാൻലിക്ക് ഭയങ്കര വിഷമമാണ്, അലീന ഒട്ടും അടുപ്പം കാണിക്കണില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട്. അലീന അങ്ങനെ താൻ കൊണ്ടുവന്ന ഡ്രസ്സുകൾ ഉണ്ടല്ലോ, അതായത് അവിടെ ഇട്ടോണ്ട് നടന്ന ഡ്രസ്സുകൾ, ആ ഒരു ചുരിദാറും കറുത്ത ഷോളൊക്കെ ഉള്ള ഡ്രസ്സുകൾ, ആ ഡ്രസ്സുകൾ തന്നെയാണ് അലീന അവിടെ ഇടുന്നത് കേട്ടോ. ശേഷം ആഭരണങ്ങളെല്ലാം തന്നെ ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിട്ട് തന്റെ പഴയ മാലയൊക്കെ കൊന്തയും മാലയൊക്കെ ഇട്ടിട്ട് അലീന പുറത്തേക്ക് ഇറങ്ങാണ്. ആ സമയത്ത് അലീനയുടെ ഡ്രസ്സും ഇതൊക്കെ കാണുമ്പോഴേക്കും ആ ചേട്ടന്മാര് പോലും വിചാരിച്ചു പോവാണ്, അയ്യോ സാബ് എത്ര വില കൂടി ഡ്രസ്സുകളാണ് വാങ്ങിച്ചത്, എന്നിട്ട് ഈ കുട്ടി എന്താ ഈ ഡ്രസ്സ് ഇട്ടേക്കണത് എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നോക്കുമ്പോഴേക്കും സ്റ്റാൻലി പറയണ്ട്, എന്റെ മോള് എന്ത് ഡ്രസ്സ് ഇട്ടാലും സുന്ദരി തന്നെയാണ് കേട്ടോ എന്നിങ്ങനെ പറയാണ്. അലീന സ്റ്റാൻലിനെ നോക്കുന്നുണ്ട്. പിന്നെ മോൾക്ക് എന്ത് വേണമെങ്കിലും പപ്പയെടുത്ത് പറഞ്ഞാൽ മതി, മോൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും പപ്പയെടുത്ത് പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോഴേക്കും അലീന തലയാട്ടുന്നുണ്ട്. അല്ല, ഞാൻ ചായ എടുക്കാം. ചായ ഉണ്ടാക്കാണ്ട് ദേ ഈ ഏട്ടനോട് പറഞ്ഞാൽ മതി. അല്ല, എനിക്ക് വെറുതെ ഇരുന്ന സമയം പോയില്ലല്ലോ, അതിന് നമുക്ക് സംസാരിച്ചൊക്കെ ഇരിക്കാം. TV ഉണ്ട്, നമുക്ക് സിനിമക്ക് പോകണമെങ്കിൽ സിനിമക്ക് കൊണ്ടുപോവാം, ഷോപ്പിങ്ങിനെ പോകണമെങ്കിൽ ഷോപ്പിങ്ങിനെ കൊണ്ടുപോവാം. വേണ്ട, ഞാൻ സാധാരണ അടുക്കളയിലെ പണിയൊക്കെ ചെയ്ത് ഇവിടെ ആർക്കെങ്കിലൊക്കെ സംസാരിച്ചിരുന്ന് സമയം കളഞ്ഞോളാം, അടുക്കള പഠിച്ചതിനൊക്കെ ആളുണ്ട് മോളെ എന്ന് പറയുമ്പോഴേക്കും അത് കുഴപ്പമില്ല, ഞാൻ അവരെ സഹായിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അലീനയും അടുക്കളയിലേക്ക് കയറാണ്. എന്നിട്ട് ചായ ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും കൊടുക്കുക കേട്ടോ. എല്ലാവർക്കും ഭയങ്കര അലീനെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഒരു അതായത് താനൊരു പണക്കാരി വീട്ടിലെ പെണ്ണാണെന്നോ അങ്ങനത്തെ ഒരു വിചാരമില്ല, അങ്ങനെ അറിഞ്ഞിട്ട് പോലും ഒരു കൂസലുമില്ല. താൻ മുമ്പ് എങ്ങനെയായിരുന്നോ അത് തന്നെയാണ് അലീന ഇപ്പോഴും എന്ന് എല്ലാവർക്കും മനസ്സിലാവണം. അങ്ങനെ പണത്തിലും സ്വർണത്തിലും നിന്നും ഭ്രമിച്ചു പോകുന്ന പെൺകുട്ടിയല്ല അലീന എന്ന് നമ്മുടെ സ്റ്റാൻലിക്കും മനസ്സിലാവുന്നുണ്ട്. എന്തായാലും നല്ല അടിപൊളി എപ്പിസോഡാണ് ഇനി അങ്ങോട്ട് വരാൻ വേണ്ടി പോകുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.